ചെറിയ പിള്ളേരെ കാലം കഷ്ടമല്ല. വേഗം ഇറങ്ങി വരീ. അവസാനം ക്ലീറ്റോ എത്തിയതില് അമ്മാ. ആ സുന്ദരിയായിട്ടുണ്ടല്ലോ, അടിപൊളി. അവളെവിടെ? ഇത് ഇന്നത്തേക്ക് വണ്ടി വന്നില്ലല്ലോ. വണ്ടി വരട്ടെ. വണ്ടി ഇപ്പൊ വരാറായി. അവ വിളിച്ചപ്പോ പറഞ്ഞ ജമന്തി. ആ മക്കളെടിയായ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലേ. അമ്മ എവിടെ? അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി തീരാത്തത്. അത് തീരൂലല്ലേ. വാ വാ വാ. ആ ഓടി വാ. ഞാൻ അവനെ പോയി കത്തയക്കണമെന്ന് അറിയാൻ വേണ്ടി. ഓ ഇതുവരെ കൊടുത്തില്ലേ? വാടി മതിയടി. എന്തോന്ന് കിടന്ന് മരിക്കും. പോണ്ടേ? അല്ല ഈ കൊള്ളാമോ അമ്മ? അമ്മ പോണ വഴി കുടിക്കാൻ വല്ല വെള്ളം വല്ല എടുത്താ? വെള്ളം വല്ല എടുത്താ? അത്രയ്ക്ക് അങ്ങ് ദൂരം കിടപ്പോണ്ട്. പിന്നെ 3-3.5 മണിക്കൂർ യാത്രയില്ലേ? ഒരു പൊതി ചോറും കൂടി എടുത്താലോ എന്നാ? എന്ത്? ഒരു കുപ്പി വെള്ളം മേടിച്ചു തരാൻ പറ്റൂലേ നിനക്ക്? പൈസ ആര് കൊടുക്കും? 20 രൂപ എടുക്കാനില്ലേ? ഇല്ല. കല്യാണത്തിന് പൈസ കൊടുക്കണം, വണ്ടിക്കൂലി കൊടുക്കണം. 10 പൈസ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏട്ടാ പോണ വഴിക്ക് ആ കടലൊന്ന് നിർത്തണേ. ഒരു നാരങ്ങ മേടിക്കണം. ചിലപ്പോ ഞാൻ ഛർദിക്കും. അതിനൊരു കവർ എടുത്ത് കൈ പിടിച്ചാ പോരെ? എടാ എന്തോന്നത്? എന്ത് മുണ്ട്? വേറെ ഒന്നുമില്ലേ നിനക്ക്? ആ സ്വർണ്ണക്കസ വെള്ളം മുണ്ടെടുത്ത് ക്ലീറ്റോന്റെ കൂടെ നടക്കുമ്പോഴത്തേനും 10 പേര് ശ്രദ്ധിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്തോന്ന്? കവർ ഛർദിക്കുവാണെങ്കിൽ വീട് അടയ്ക്കൂല, ഒരു വീട് അടയ്ക്കില്ല. അവ എവിടെ? ഇത് അവരെ വിളിച്ചോ. എന്തോന്ന്? നിന്റെ കല്യാണമൊന്നും അല്ലല്ലോ, അവിടെ വന്നോളും. സമയായില്ലേ? അവിടെ ചെന്ന ഫാസിന്റെ അവിടുത്തെ കല്യാണം അല്ലേ? അപ്പൊ നമ്മള് നേരത്തെ പോണ്ടേ? വരട്ടെ, ഇതൊക്കെ ചെയ്യപ്പോ വരട്ടെ. നീ ഒന്ന് വിളിച്ചു നോക്ക്, ക്ലീറ്റോനെ വിളിച്ചു നോക്ക്. ഞാൻ എനിക്ക് നിക്കാൻ വയ്യ. നിങ്ങൾ എന്തെങ്കിലും അവിടെ ഇരുന്നോ. നീ സാരി ഒന്നും ഉടക്കണ്ട, അഴുക്കാവൂലേ? നീ ഇരിക്കണ്ട. നിന്റെ ഉടുപ്പ് വെള്ളം മുമ്പിൽ ഇരുത്തണേ. എന്നെ കൊണ്ട് വയ്യ. ഈ 3-3.5 മണിക്കൂർ സമയമൊക്കെ ഇങ്ങനെ മുടുക്കി പിടിച്ചും കൊണ്ടൊന്നും ഇരിക്കാം. ഞാൻ പറഞ്ഞേ, ഞാൻ സൈഡിലിരിക്കും.